1 മാസത്തിലധികം ജയിലിലായാൽ പ്രധാനമന്ത്രി മുതൽ മന്ത്രിമാർക്ക് വരെ പദവി നഷ്ടമാകുന്ന ബിൽ കടുത്ത പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ലോക്സഭയിൽ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ബില്ലിനെ എതിർക്കുന്നതാണ് നമ്മൾ കണ്ടത്. അമിത്ഷായുടെ മുന്നിലേക്ക് തൃണമൂൽ അംഗങ്ങൾ ബിൽ കീറിയെറിഞ്ഞു. കല്ലുകളുമായാണ് പ്രതിപക്ഷം എത്തിയതെന്ന് BJP ആരോപിക്കുകയും ചെയ്തു. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ സ്പീക്കർക്ക് പരാതി നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ ബഹളത്തിനിടെ ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടണമെന്ന ആവശ്യം ശബ്ദ വോട്ടോടെ അംഗീകരിച്ചിരിക്കുകയാണ്. माननीय सदस्य, ये संसद के अंदर आपका तरीका ठीक नहीं। आप संसद की मर्यादाओं को तोड़ रहे हैं। ये मैं आपको मौका दे रहा हूं, इसका मतलब ये तरीका नहीं आप संसद की मर्यादाओं को तोड़े हैं। नो, आप इस तरीके की हरकत करते हैं। आपको इसलिए चुनकर भेजा संसद में। प्लीज बैठिए। This bill is to sabotage the federal system of this country. This bill is to sabotage the basic principle of the constitution of this country. Can I ask a question to the Honorable Home Minister? When he was the Home Minister of Gujarat, he had been arrested, sir. Whether he took the morality of that point of time? Speaker, sir, I strongly oppose the bill. 130th Constitutional Amendment Bill, as well as the other 2 bills, I strongly oppose on 4 grounds. So the first ground is the bills are to be introduced according to the rules and procedure of the House. The bill is not circulated among the members. Yesterday after 1 o'clock we have received the copy of the bill. PR സുനിലാണ് ചേരുന്നത്. സുനിൽ, വളരെ സുപ്രധാനമായ ഒരു ബില്ലാണ്, പക്ഷേ പ്രതിപക്ഷത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് എന്നാണ് ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി പാർലമെന്റിൽ പ്രതിഷേധിക്കുമ്പോൾ പറഞ്ഞത്. അമിത്ഷായെ അറസ്റ്റ് ചെയ്യണമെന്ന് ഉറക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടു. KC വേണുഗോപാലും അമിത്ഷായും തമ്മിൽ വലിയ വാക്പോരുണ്ടായി. ഏതായാലും പ്രതിഷേധം അലയടിക്കുന്നതിനിടെ ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. തുടർ നീക്കങ്ങൾ എന്താണ്? നാളെ രാജ്യസഭയിലും ബിൽ എത്തുമല്ലോ. വിനീത, വലിയ പ്രതിഷേധ കാഴ്ചകളും നാടകീയ കാഴ്ചകളും ഒക്കെ തന്നെയായിരുന്നു ലോക്സഭയിൽ കണ്ടത്. തൃണമൂൽ അംഗങ്ങൾ വിനീത ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ബില്ല് കയറി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മുമ്പിലേക്ക് വലിച്ചിട്ടു. ചില കടലാസ് കഷ്ണങ്ങൾ ആഭ്യന്തരമന്ത്രിയുടെ മേലേക്ക് വീഴുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം മുൻപിലെ റോയിൽ നിന്ന് മാറി 3ാമത്തെ റോയിലേക്ക് മാറി നിന്നാണ് ബില്ല് അവതരിപ്പിച്ചത്. അങ്ങനെ വലിയ പ്രതിഷേധ കാഴ്ചകളായിരുന്നു. ഭരണപക്ഷത്തിന്റെ ഭാഗത്തേക്ക്, ഭരണപക്ഷത്തിന്റെ ഇരിപ്പിട ഭാഗത്തേക്ക് തൃണമൂൽ അംഗങ്ങൾ തള്ളിക്കയറാൻ ശ്രമിച്ചു. അവരെ തടയാനായി കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിന്റെ നേതൃത്വത്തിൽ ഭരണപക്ഷ അംഗങ്ങൾ എഴുന്നേറ്റു. അങ്ങനെ ഒരു കയ്യാങ്കളി കാഴ്ചയും ഉണ്ടായി. ഏതായാലും ഭരണപക്ഷവും പ്രതിപക്ഷവും ഇരുപക്ഷവും ഇപ്പോൾ പരസ്പരം വലിയ ആരോപണങ്ങൾ തന്നെയാണ് ഉന്നയിക്കുന്നത്. 2 പക്ഷവും സ്പീക്കർക്ക് ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. ഏതായാലും 5 മണിക്ക് വീണ്ടും ലോക്സഭ സമ്മേളിക്കുമ്പോൾ തീർച്ചയായും ചില നടപടികൾ സ്പീക്കർ പ്രഖ്യാപിക്കും എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. അതിനിടയിൽ ഈ ഒരു കയ്യാങ്കളിക്കിടയിൽ തൃണമൂൽ MP വനിതാ MP ആയ മിതാലി ബാഗിന്റെ കൈക്ക് മുറിവേറ്റു. അത് മാർഷൽമാർ അവരെ പിടിച്ച് തള്ളിയപ്പോൾ അവരുടെ കൈക്ക് മുറിവ് പറ്റിയെന്ന് സ്പീക്കർക്ക് പരാതി നൽകിയിട്ടുണ്ട്. അങ്ങനെ ലോക്സഭയ്ക്ക് ഉള്ളിൽ അസാധാരണ കാഴ്ചകൾ തന്നെയായിരുന്നു ഈ ബില്ല് അവതരിപ്പിച്ച സമയത്ത്. രാവിലെ ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആദ്യം ബില്ല് അവതരിപ്പിച്ചത്. പിന്നീട് വലിയ ബഹളമായിരുന്നു ലോക്സഭയിൽ. പ്രതിപക്ഷം ആകെ നടുത്തളത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് വലിയ പ്രതിഷേധമുയർത്തി ബില്ല് കീറിയെറിഞ്ഞു. 2 മണിക്ക് സംസാരിച്ചവരെല്ലാം തന്നെ, പ്രതിപക്ഷ അംഗങ്ങളെല്ലാം തന്നെ ഒറ്റക്കെട്ടായി ബില്ലിനെ എതിർത്തു. ഇത് സംസ്ഥാനങ്ങളുടെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്, പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തെ ആകെ തകർക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്ന് പ്രതിപക്ഷ അംഗങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചു. കേട്ടുകേൾവിയില്ലാത്ത ഒരു ബില്ല്, ഒരു നിയമ സംവിധാനവുമായി കേന്ദ്ര സർക്കാർ വരികയാണെന്നൊക്കെയുള്ള വലിയ ആക്ഷേപമാണ് പ്രതിപക്ഷം ഉയർത്തിയത്. അതിനിടയിലാണ് ഗുജറാത്ത് ആഭ്യന്തരമന്ത്രിയായിരിക്കെ ഇത്തരം ഒരു ധാർമ്മിക മൂല്യം ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് അറസ്റ്റിലായപ്പോൾ രാജിവെച്ചില്ല എന്ന ചോദ്യവുമായി KC വേണുഗോപാൽ എഴുന്നേറ്റത്. അതിനെ എതിർത്തുകൊണ്ട് അമിത്ഷാ എഴുന്നേൽക്കുന്നു. അങ്ങനെ വലിയ വാക്പോരായിരുന്നു ബില്ല് അവതരണ സമയത്ത് 2 മണിക്ക് കണ്ടത്. പിന്നീട് വലിയ നാടകീയ സംഭവങ്ങൾ എന്ന് തന്നെ നമ്മൾ പറയണം. പ്രതിപക്ഷ പ്രതിഷേധം ഉണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു. പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിൽ ഇറങ്ങുമെന്ന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് 3ാം നിരയിൽ ഇരുന്നാണല്ലേ അമിത്ഷാ ബില്ല് അവതരിപ്പിച്ചത്. മാത്രമല്ല, ഇപ്പോൾ കടലാസിനുള്ളിൽ കല്ല് ചുരുട്ടി കൊണ്ടുവന്ന് അമിത്ഷായെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നാണ് ഭരണപക്ഷം പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷമായ ആരോപണമായി ഉയർത്തുന്നത്.
തീർച്ചയായും വലിയ പ്രതിഷേധ കാഴ്ചകളായിരുന്നു. ഈ പ്രതിഷേധിച്ച അംഗങ്ങൾ ഭരണപക്ഷത്തിന്റെ ഡയസിന് സമീപത്തേക്ക് നീങ്ങിയതോടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് അവിടെ നിൽക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. പിന്നീട് അദ്ദേഹം മൂന്നാമത്തെ നിരയിലേക്ക് മാറിയിരുന്നു കൊണ്ടാണ് ബില്ല് 3 മണിക്ക് അവതരിപ്പിച്ചത്. ഏതായാലും ഈ തൃണമൂൽ അംഗങ്ങൾ ബില്ല് കീറി അമിത്ഷായുടെ ദേഹത്തേക്ക് എറിയുന്ന കാഴ്ചയൊക്കെ തന്നെയാണ് ഇന്ന് ലോക്സഭയിൽ കണ്ടത്. ഇപ്പോൾ BJP ആരോപിക്കുന്നത് പ്രതിപക്ഷ അംഗങ്ങൾ സഭയിലേക്ക് വന്നത് കല്ലുമായാണ്. അങ്ങനെ കല്ല് കടലാസിനുള്ളിൽ വെച്ചുകൊണ്ട് എറിഞ്ഞു എന്നൊക്കെയാണ് ഇപ്പോൾ BJP ആരോപിക്കുന്നത്. അങ്ങനെ ഗുരുതരമായ ആരോപണം BJP ആരോപിക്കുകയും ഇപ്പോൾ സ്പീക്കർക്ക് പരാതി നൽകുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഏതായാലും പ്രതിപക്ഷ അംഗങ്ങളെ വാച്ച് ആൻഡ് വാർഡുമാർ സഭയിൽ നേരിടുന്ന ഒരു കാഴ്ചയും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. വലിയ ഉന്തും തള്ളും കയ്യാങ്കളിയുടെ കാഴ്ചകളും ഒക്കെ തന്നെയായിരുന്നു ലോക്സഭയിൽ ഉണ്ടായിരുന്നത്. ഏതായാലും 5 മണിക്ക് സ്പീക്കർ എന്ത് തീരുമാനമെടുക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതായാലും ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് അമിത്ഷാ തന്നെ ആവശ്യപ്പെട്ടത് ഈ ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടണം എന്നതാണ്. പിന്നീട് ശബ്ദ വോട്ടോടുകൂടി ആ തീരുമാനം ലോക്സഭ അംഗീകരിക്കുന്നത് കണ്ടു. പക്ഷേ പ്രതിപക്ഷം വലിയ ശബ്ദത്തോടുകൂടി അതിനെ എതിർക്കുന്നതും കണ്ടു. അങ്ങനെ വലിയ ബലാബലവും വലിയ പ്രതിഷേധ കാഴ്ചകളുമായിരുന്നു സഭയിൽ. ഇനി 5 മണിക്ക് എന്ത് സംഭവിക്കുമെന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ നാടകീയ സംഭവങ്ങളുടെ ഒരു തുടർച്ച തന്നെയായിരിക്കും 5 മണിക്ക് ഉണ്ടാവുക എന്നാണ് നമ്മൾ കരുതുന്നത്.